أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين السلام عليكم ورحمة الله وبركاته عن أبي هريرة عن النبي صلى الله عليه وسلم قال لا يشكر الله من لا يشكر الناس അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നതല്ല. സമൂഹത്തിൻ്റെ വ്യത്യസ്ത തട്ടുകളിലുള്ള മനുഷ്യർ പരസ്പരം കൊണ്ടും കൊടുത്തും സഹായം സ്വീകരിച്ചും ജീവിക്കുന്ന സാമൂഹിക ക്രമമാണ് നമ്മുടേത്. മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു വിശ്വാസി തനിക്ക് ഉപകാരം ചെയ്തവരെ മറക്കാൻ പാടില്ല. മാത്രമല്ല, കഴിയുന്ന രൂപത്തിൽ പ്രത്യുപകാരം ചെയ്യുകയും അവരെ ഓർക്കുകയും നല്ലതു പറയുകയും ചെയ്യണം. അത് തനിക്ക് സേവനം ചെയ്യുന്ന വീട്ടുവേലക്കാരാണെങ്കിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വേലക്കാരൻ ഭക്ഷണവുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾ അവനെ നിങ്ങളുടെ കൂടെ ഇരുത്തുന്നില്ലെങ്കിൽ ആ ഭക്ഷണത്തിൽ നിന്നും 1-2 ഉരുളകൾ അവന് നൽകുക. കാരണം ഭക്ഷണം തയ്യാറാക്കിയതും അതിൻ്റെ ചൂട് അനുഭവിച്ചതും അവനാണ്. ചെയ്തത് നിസ്സാര കാര്യമാണെങ്കിൽ പോലും അഭിനന്ദിക്കണം. കാരണം ചെറിയ കാര്യങ്ങൾക്ക് നന്ദി കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വലിയ കാര്യങ്ങൾക്കും നന്ദി കാണിക്കുവാൻ കഴിയുകയില്ല. നന്ദി പറയുക പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ചെയ്തത് നല്ലതാണെങ്കിൽ അതിനെ അഭിനന്ദിക്കുക എന്നത്. അത് നമ്മുടെ കുഞ്ഞുങ്ങളായാലും സുഹൃത്തുക്കളായാലും വീട്ടിലുള്ളവരായാലും. അതുപോലെ ഒരു നേതാവിന് ഏറ്റവും ആവശ്യമായ ഗുണമാണ് അനുയായികളെ അഭിനന്ദിക്കുക എന്നത്. സഹപ്രവർത്തകരുടെയും അനുയായികളുടെയും പ്രവർത്തനങ്ങളെ അകമഴിഞ്ഞ് അഭിനന്ദിക്കാൻ കഴിയുന്നവനാകണം നേതാവ്. പ്രശംസയും അഭിനന്ദനവും ഇഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? പ്രശംസാവചനങ്ങൾ ചൊരിയുന്നതിൽ ലുബ്ധ കാണിച്ചിരുന്നില്ല പ്രവാചകൻ. അത് അവരെ പ്രചോദിപ്പിക്കുകയും കർമ്മോത്സുകരാക്കുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് നമുക്കില്ലാതെ പോയതും ഈ ഗുണമാണ്. സേവനം ചെയ്തു തന്നവർക്ക് നന്ദി വാക്ക് ചൊല്ലാൻ മറന്നു പോകുന്നവരാണ് നാം. നിങ്ങൾക്ക് എൻ്റെ സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നോ താങ്ക്സ് എന്നും ആവശ്യമെങ്കിൽ യെസ് പ്ലീസ് എന്നും പറയുന്ന യൂറോപ്പിൻ്റെ സംസ്കാരമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സംസ്കാരമാണത്. റസൂൽ പഠിപ്പിച്ചതും നാം മറന്നു കളഞ്ഞതുമായ സംസ്കാരം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ആരെങ്കിലും നിങ്ങൾക്കൊരു ഉപകാരം ചെയ്താൽ നിങ്ങൾ തുല്യമായ പ്രത്യുപകാരം ചെയ്യണം. ഇനി അങ്ങനെ ഒരു സമ്മാനം നൽകാനോ പ്രത്യുപകാരം ചെയ്യാനോ കഴിയുന്നില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയെങ്കിലും വേണം. പ്രവാചകൻ തൻ്റെ അനുയായികളുടെ സേവനങ്ങൾ വിലമതിച്ച് കാണുകയും പ്രശംസാവചനങ്ങൾ കൊണ്ട് മൂടുകയും ചെയ്യുമായിരുന്നു. ധിഷണാപരവും ബുദ്ധിപരവുമായ സേവനങ്ങൾ അർപ്പിക്കുന്നവരെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കണം. ശാരീരികവും സാമ്പത്തികവുമായ പിന്തുണ നൽകുന്നവരെ പ്രാർത്ഥനകളിലൂടെ അനുമോദനത്തിലൂടെയും പ്രചോദിപ്പിക്കണം. ഒന്ന് തോളിൽ പിടിച്ചും പുറത്തു തട്ടിയും പ്രശംസിക്കുകയും അഭിനന്ദന വാക്കുകൾ പറയുകയും ചെയ്യുന്നതിൽ എന്താണ് നമുക്ക് നഷ്ടം? അത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ പ്രശംസയിൽപ്പെടുമെന്നാണ് ചിലരുടെ ധാരണ. അബൂദർ റിപ്പോർട്ട് ചെയ്യുന്നു, ഒരാൾ ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നു, ജനങ്ങൾ അതിൻ്റെ പേരിൽ അയാളെ പ്രശംസിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? പ്രവാചകൻ പ്രതിവദിച്ചു, അത് സത്യവിശ്വാസിക്ക് നേരത്തെ തന്നെ ലഭിക്കുന്ന സന്തോഷ വാർത്തയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയുടെയും സ്വർഗലബ്ധിയുടെയും മുൻകൂട്ടിയുള്ള സൂചനയാണെന്ന് സാരം. ഹുനൈൻ യുദ്ധവേളയിൽ സൈന്യത്തിന് കാവൽ നിർവഹിച്ച ഉനൈസുബിനു അബി മർസദിനെ ദൗത്യനിർവഹണം ഭംഗിയായി നിർവഹിച്ചതിൻ്റെ പേരിൽ സ്വഹാബികളുടെ മുന്നിൽ വെച്ച് പ്രശംസിക്കുകയും സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ അനുയായി വൃന്ദത്തെ ഏറ്റവും നല്ല രീതിയിൽ അഭിനന്ദിച്ച നിരവധി പാഠങ്ങൾ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അറബു സമൂഹം ഈ സംസ്കാരം ഉൾക്കൊണ്ടവരാണ്. ആരെങ്കിലും സേവനം ചെയ്താൽ ജസാക്കല്ലാഹു ഖൈറൻ, ബാറക്കല്ലാഹു ഫീക്ക്, ശുക്രൻ എന്നിങ്ങനെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പറയും. അതുപോലെ അവരുടെ പരിശ്രമം അങ്ങേയറ്റം വിലമതിച്ചുകൊണ്ട് അള്ളാഹു യത്തീക്കൻ നാഫിയ, അള്ളാഹു യർഹം വാലിദൈക്ക്, അള്ളാഹു നിങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥനാപൂർവം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യും. കൂടുതൽ മെച്ചപ്പെട്ട സേവനം ചെയ്യാൻ പ്രചോദനം നൽകും ഈ വാക്കുകൾ. പ്രസ്ഥാന നായകൻ ഇത് പറയുമ്പോൾ അനുയായികളെ അത് പ്രചോദിപ്പിക്കും. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കരളിൽ കുളിരുകോരിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശംസാവാചകം ഇങ്ങനെയാണ്, എൻ്റെ സമുദായത്തിൽ ഒരു ഖലീലിനെ, അതായത് ആത്മമിത്രത്തെ ഞാൻ വരിക്കുമായിരുന്നെങ്കിൽ അത് അബൂബക്കറിനായനെ. എന്നാൽ ഇസ്ലാമിക സാഹോദര്യവും സ്നേഹവുമാണ് ഞങ്ങൾ തമ്മിൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെ. അനുയായികളെ അനുമോദന വചസ്സുകൾ കൊണ്ട് മനം കുളിർപ്പിച്ച റസൂൽ കുടുംബത്തോടും ഇതേ രീതി സ്വീകരിച്ചു. പരിചാരകർക്കും നബിയെക്കുറിച്ച് അതേ ഓർക്കാനുള്ളൂ. ഖദീജ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹവായ്പ് അഭിനന്ദന രൂപേണ പ്രകടിപ്പിച്ചത് ഇങ്ങനെയാണ്, അവരോടുള്ള സ്നേഹം എനിക്ക് അള്ളാഹു നൽകിയ വരപ്രസാദമാണ്. നന്ദി വാക്ക് പറയലും നന്ദി കാണിക്കലും ഒരിക്കലും നമുക്ക് സാമ്പത്തിക നഷ്ടമോ ശാരീരിക പ്രയാസമോ വരുത്തി വയ്ക്കുകയില്ല.
മാത്രമല്ല സ്നേഹബന്ധങ്ങൾ ശക്തിപ്പെടാനും ഹൃദയങ്ങൾ ഇണങ്ങുവാനും കൂടുതൽ നന്മ ചെയ്യുവാനും അതുവഴി സാധിക്കുന്നു. അതിനാൽ നാം ഒരിക്കലും നന്ദി വാക്കുകൾ പറയാൻ പിശുക്ക് കാണിക്കരുത്. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.